ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഒരു സ്റ്റാർട്ടറാണ്. ഇത് ഈവനിങ് സ്നാക്സായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ചിക്കൻ കബാബ്. നമ്മൾ പുറത്ത് പോയി വലിയ വലിയ ഹോട്ടലുകളിൽ ഡിന്നർ അല്ലെങ്കിൽ ലഞ്ച് ബഫേ ഡിന്നർ ലഞ്ച് കഴിക്കുമ്പം നമുക്ക് സ്റ്റാർട്ടറായിട്ട് അവിടെ കിട്ടാറുണ്ട്. അത് കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അറിയില്ല, വലിയ പ്രോസസ്സാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇത് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. വരൂ വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ കബാബ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മസാല ചതച്ചെടുക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക് ഒന്നായാലും മതി. നമ്മളിതിൽ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതും കൂടി 3 ഇട്ട് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി 3 ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ഈ മിക്സിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയുടെ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ എല്ലാം കൂടിയിട്ട് ഒരു സവാള വളരെ ചെറുതായിട്ട് നറുക്കിയത്, കുറച്ച് മല്ലിയില, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, ഏതെങ്കിലും നമ്മളുടെ കുക്കിംഗ് ഓയിൽ ഒഴിച്ചാൽ മതി, 1 ടേബിൾ സ്പൂൺ. എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കബാബിനുള്ള ചിക്കൻ മിക്സ് റെഡിയായി. ഇനി നമുക്കിത് കബാബ് ഉണ്ടാക്കാം. ഇതിൽ നമ്മൾ ബോൺലെസ് ചിക്കനാണ്. ഇതിൽ ഫാറ്റൊന്നും ചേരാത്തതുകൊണ്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചത്. ഇനി നമുക്ക് കബാബ് ഉണ്ടാക്കാം. ഇതുപോലെ കബാബ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ട് റോൾ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫ്ലാറ്റ് ആക്കിയിട്ട് ചുമ്മാ ഉണ്ടാക്കാം. ഇത് ഇപ്പോൾ ഞാൻ കബാബ് സ്റ്റിക്കിലും ഇതായിട്ടും കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഒരു കബാബ് സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് റോൾ ചെയ്യണം. കുറച്ച് ഫ്ലാറ്റ് ആക്കണം. എന്നാലേ നമ്മൾ ദോശത്തവയിൽ ഓയിലില്ലാതെ ലൈറ്റായിട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാ സൈഡിലും വേവാനായിട്ട് ഇങ്ങനെ കുറച്ച് ഒരു റെക്റ്റാങ്കിൾ സൈസിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എല്ലാ സൈഡിലും വേവിക്കാൻ നല്ല ഇതായി. ഇതുപോലെ ഓരോരോ കബാബും ഉണ്ടാക്കിയെടുക്കാം. കബാബ്സൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ദോശ തവ ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് നിരത്താം. ദോശ തവയിൽ എല്ലാം അറേഞ്ച് ചെയ്ത് വച്ചിട്ട് 1 സൈഡ് കുക്കായ ശേഷം നമുക്ക് തിരിച്ചിടണം. എന്നിട്ട് ചരിച്ച് വച്ചിട്ട് സൈഡിലൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം.
മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ടാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് എല്ലാ സൈഡിലും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വൺ സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. നമുക്ക് ഈ സൈഡിലും ഇനി ഇങ്ങനെ ചരിച്ച് വയ്ക്കണം കുറച്ച് സമയം. അപ്പോൾ എല്ലാ സൈഡിലും വെന്ത് കിട്ടും. ഇതുപോലെ എല്ലാ സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് മുറിച്ചെടുക്കാം. നമ്മുടെ കബാബ് എല്ലാ സൈഡും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. ഒരു സ്ലോട്ട് എടുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്ലോട്ട് നമുക്കിടാം. സ്റ്റിക്കില്ലെങ്കിൽ ഇതുപോലെ ഫ്ലാറ്റായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇടാം. നമ്മുടെ ചിക്കൻ കബാബ് എല്ലാം റെഡിയായി. ഇത് പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും ബ്ലോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.